നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞതോടെ മുന്നണികളും പാർട്ടികളും തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നു. മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം CPM ചിഹ്നത്തിൽ MLA ഉണ്ടായിട്ടില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദ് മുതൽ PV അൻവർ വരെ ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ചെങ്കിലും മറ്റു പാർട്ടികളുടെ ബാനറിലോ സ്വതന്ത്രരോ ആയിരുന്നു. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ കസേരയിലിരുന്ന TK ഹംസയെ സ്വതന്ത്രനാക്കി അവതരിപ്പിച്ച് ജയിപ്പിച്ച CPM ഇത്തവണയും അത്തരം ചില സർപ്രൈസിനുള്ള സാധ്യത പരീക്ഷിക്കുന്നുണ്ട്. അല്ലാത്തപക്ഷം ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നിവരാണ് പരിഗണനയിൽ. നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. കേരളത്തിൽ MLA ആയിരിക്കെ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ MLA ആയ കുഞ്ഞാലിയായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ മലപ്പുറത്തെ ലീഗിന്റെ അപ്രമാദിത്വത്തെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ സ്വന്തം മണ്ഡലം എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. സ്ഥാനാർത്ഥി കാര്യത്തിൽ UDF-ൽ ഏറെക്കുറെ വ്യക്തതയുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തോ DCC പ്രസിഡന്റ് VS ജോയിയോ സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പാണ്. ഇവരിൽ ഭരണരംഗത്തെ പരിചയസമ്പത്തിന്റെ ആനുകൂല്യമുള്ള ഷൗക്കത്തിന് മുൻതൂക്കമുണ്ട്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരിക്കെ നടപ്പാക്കിയ പദ്ധതികൾ മികവാർന്നതായിരുന്നു. നഗരസഭാ അധ്യക്ഷനായിരിക്കെ എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉറപ്പാക്കിയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത് നേട്ടങ്ങളിൽ ഒന്നു മാത്രം. പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തന മികവുള്ള VS ജോയിക്ക് പ്രായം ഒരേ സമയം അനുകൂലവും ചിലപ്പോൾ തിരിച്ചടിയും ആയേക്കാം. മുതിർന്ന നേതാവ് എന്ന നിലയ്ക്കും പരിചയസമ്പത്ത് പരിഗണിച്ചും ഷൗക്കത്തിന് അവസരം നൽകേണ്ടതാണെന്ന ധാരണ നേതൃത്വത്തിനുണ്ട്. MLA സ്ഥാനം രാജിവെച്ച PV അൻവർ പിൻഗാമി എന്ന മട്ടിൽ ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് നേതൃത്വത്തിലാകെ അസ്വസ്ഥത ഉണ്ടാക്കിയതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അൻവർ തീരുമാനിച്ചതുപോലെയാണ് ആ നീക്കത്തെ പലരും കണ്ടത്. UDF പ്രവേശനത്തിനായുള്ള അൻവറിന്റെ കത്ത് ഇനിയും UDF പരിഗണിച്ചിട്ട് തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അൻവറിനും ഏറെ നിർണായകമാണ്. നിലമ്പൂരിൽ UDF-ന്റെ 2 വട്ടം വീഴ്ത്തിയ അൻവറിനാണ് ഇത്തവണ UDF വിജയം ഏറ്റവും അനിവാര്യമാകുന്നത്. ഇടതു സർക്കാരിനെയും സാക്ഷാൽ പിണറായി വിജയനെയും വെല്ലുവിളിച്ച് മുന്നണി വിട്ട അൻവറിന് പിടിച്ചു നിൽക്കാൻ ഇത് കൂടിയേ തീരൂ. മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും മുടക്കിയാണ് അൻവർ MLA സ്ഥാനം രാജിവെക്കുന്നത്. പിന്നീട് DMK-യിൽ ചേരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. തുടർന്നാണ് മമത നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയത്. തൃണമൂൽ കോൺഗ്രസിൽ എത്തിയെങ്കിലും രാഷ്ട്രീയ അനാഥത്വം അൻവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി പ്രവേശനം എന്ന ഔപചാരികത പരിഗണിക്കാതെ തന്നെ UDF വിജയത്തിനായി സഹകരിക്കേണ്ടി വരും. തന്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താൻ ഇത് അനിവാര്യമാണെന്ന് അൻവറിന് അറിയാം. ഇതെല്ലാം UDF-ന് അനുകൂലമാണ്. PV അൻവർ രാജിവെച്ചപ്പോൾ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അതെന്ന് എന്നായിരുന്നു ആശയക്കുഴപ്പം. ഇപ്പോഴിതാ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. അതേസമയം നിലമ്പൂർ ആരുടെ കോട്ടയാണ്? UDF-ന്റെയോ ഇടതിന്റെയോ അല്ലെങ്കിൽ PV അൻവറിന്റേതോ? അത്തരം ചോദ്യങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉത്തരം പറയും. എന്തു തന്നെയായാലും നിലമ്പൂർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള മത്സരഭൂമിയായി മാറുകയാണ്.